നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരുവാറ്റയിൽ മുത്തശ്ശനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ 13കാരി. ആ ക്രൂര സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇടുക്കിയിൽ നടന്ന മറ്റൊരു സംഭവം. 17കാരൻ്റെ ജനനേന്ദ്രിയം സഹപാഠികൾ തകർത്ത സംഭവമാണിത്. സഹപാഠികളിൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് സ്കൂൾ അധികൃതരോട് ഒരു വിദ്യാർത്ഥി പരാതി പറയുന്നു. ഇതിൻ്റെ കലിപ്പിലാണ് 17കാരൻ്റെ ജനനേന്ദ്രിയം സഹപാഠികൾ ചേർന്ന് തകർത്തത്. ഇപ്പോൾ ആ സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ രണ്ട് സംഭവങ്ങളിലും കുട്ടിക്കുറ്റവാളികൾ എന്ന പരിഗണന പ്രതികൾക്ക് ലഭിക്കുന്നു. കരുവാറ്റയിൽ സാധാരണ കൊടും ക്രിമിനലുകൾ ചെയ്യുന്ന കൊടും ക്രൂരതയാണ് ഈ കുട്ടിക്കുറ്റവാളികൾ നടത്തിയത്. മറ്റുള്ളവരുടെ വേദനാജനകമായ മരണം കണ്ടു രസിക്കുന്ന ഒരു ക്രിമിനൽ മനസ്സാണ് കരുവാറ്റയിലെ കൊലപാതകികൾക്കുണ്ടായിരുന്നത്. കരുവാറ്റ കൊലപാതകത്തിന് പ്രചോദനമായത് സ്പൈഡർ എന്ന തമിഴ് സിനിമയാണ് എന്ന് പ്രതികളിൽ ഒരാൾ പോലീസിന് മുന്നിൽ പറഞ്ഞു. 67കാരനായ വയോധികനെ അതിക്രൂരമായി കൊലപ്പെടുത്താനായിരുന്നു ആ പ്രതികൾ പദ്ധതിയിട്ടത്. ഒരു തമിഴ് ചലച്ചിത്രത്തിലെ ക്രൂരമായ രംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആ കൊടുംകുറ്റവാളികൾ കരുവാറ്റയിലെ വീട്ടിലെത്തി മേൽക്കൂരയിൽ കയറി. മഹേഷ് ബാബുവും എസ്.ജെ. സൂര്യയും പ്രധാന വേഷങ്ങളിലെത്തിയ സ്പൈഡർ സിനിമയിലെ ചില കൊലപാതക ദൃശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു അവർ പദ്ധതി തയ്യാറാക്കിയത്. വയോധികൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വീടിൻ്റെ മേൽക്കൂരയിൽ കയറി ഓടിളക്കി വലിയൊരു പാറക്കഷ്ണം വയോധികൻ്റെ തലയിലേക്കിടുക. സങ്കീർണതകൾ ഒഴിവാക്കി പെട്ടെന്ന് മരണമുറപ്പിക്കുകയായിരുന്നു കൊലപാതകികളുടെ ലക്ഷ്യം. മറ്റുള്ളവരുടെ വേദനാജനകമായ മരണവും ബന്ധുക്കളുടെ കരച്ചിലും കണ്ടുരസിക്കുന്ന സുഡലെ എന്ന ക്രൂരനായ വില്ലൻ കഥാപാത്രത്തിൻ്റെ സൈക്കോ മനോഭാവവും കൊലപാതക രീതികളുമാണ് തങ്ങളെ സ്വാധീനിച്ചത് എന്ന് +1കാരനായ വിദ്യാർത്ഥി പോലീസിന് മുന്നിൽ മൊഴി നൽകി. ആ സിനിമയുടെ അവസാന ഭാഗത്ത് നഗരത്തിന് മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ട് ആളുകളെ കൊലപ്പെടുത്താൻ വില്ലൻ ശ്രമിക്കുന്ന രംഗമുണ്ട്. വയോധികന്റെ തല ലക്ഷ്യമാക്കി പാറക്കല്ലിടുക എന്ന ലക്ഷ്യം പൊളിഞ്ഞത് ഒരൊറ്റ കാരണത്താൽ. ഓടുമാറ്റി താഴേക്ക് നോക്കുമ്പോൾ വലിയ മച്ച്. പല ഇടങ്ങളിൽ ഓടുമാറ്റി, എല്ലാ സ്ഥലത്തും മച്ചുണ്ട്. വീടിൻ്റെ മേൽക്കൂരയിൽ നിൽക്കുമ്പോൾ വാട്സാപ്പ് വീഡിയോ കോൾ വിളിച്ച് 13കാരിയെ കൊലപാതകികൾ രംഗം കാട്ടിക്കൊടുക്കുന്നു. മച്ചുണ്ട്, താഴേക്ക് പാറയിടാൻ കഴിയില്ല എന്ന് 13കാരിയോട് പറയുമ്പോൾ വെന്റിലേഷനിലൂടെ അകത്ത് കയറാൻ അവൾ ഉപദേശിക്കുന്നു. മുൻപും വയോധികനെ കൊലപ്പെടുത്താൻ അവർ പല പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. 13കാരിയുടെ ജീവിത പശ്ചാത്തലം ഇപ്പോൾ വലിയ വാർത്തയാകുന്നു. രാത്രി വൈകി വീട്ടിലെത്തുന്നതും മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതും ആ മുത്തശ്ശൻ കർക്കശമായി വിലക്കി. ഇതാണ് മുത്തശ്ശനോടുള്ള പകയ്ക്ക് മുഖ്യ കാരണം. 13കാരിയായ പെൺകുട്ടിയുടെ ജീവിത പശ്ചാത്തലം ഏറെ സങ്കീർണതകൾ നിറഞ്ഞത്. നന്നേ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. പിന്നീട് അമ്മ ഒരു 2ാം വിവാഹത്തിലേക്ക് കടന്നു. വിദേശത്താണ് അമ്മയുടെ ജോലി. കുട്ടിയെ അമ്മ ശ്രദ്ധിക്കാറേയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. വർഷത്തിൽ 10 ദിവസം നാട്ടിലെത്തും. വരുന്ന ദിവസങ്ങൾ അവർ വല്ലാത്ത തിരക്കിലാവും. മകളെ ശ്രദ്ധിക്കാൻ അവർ മിനക്കെടാറില്ല. ബന്ധുവീടുകളിൽ മാറി മാറി കഴിയുകയാണ് ചെറുമകൾ. മിക്കവാറും കുട്ടിയെ നോക്കുന്നത് മുത്തശ്ശൻ. ഇതിനിടയിൽ അയൽപ്പക്കത്തുള്ള ക്രിമിനലുകളുമായി അവൾ ബന്ധമുറപ്പിച്ചു. വല്ലാത്ത സൗഹൃദവും കൂട്ടുകെട്ടുമായിരുന്നു ആ പെൺകുട്ടിക്ക്. പെൺകുട്ടിയുടെ കൂട്ടുകെട്ട് മുത്തശ്ശനെ വല്ലാതെ വേദനിപ്പിച്ചു. ഒടുവിൽ രക്ഷയില്ലാതെ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലെ കരുവാറ്റയിലെത്തുന്നു. അപ്പോഴും കൊല്ലത്തെ ആ ക്രൂരത നിറഞ്ഞ കൂട്ടുകാർ അവളെ തേടിയെത്തിക്കൊണ്ടിരുന്നു. ഒപ്പം അവളും കൊല്ലത്തേക്ക് പലവട്ടം യാത്ര ചെയ്യും. പലപ്പോഴും വീട്ടിൽ രാത്രിയിൽ വരാറില്ല. ഈ കൂട്ടുകാരുടെ കൂടെ കറങ്ങുകയാണ് അവളുടെ മുഖ്യ ജോലി. 13കാരിയായ പെൺകുട്ടിക്കൊടുവിൽ മുത്തശ്ശനോട് അടങ്ങാത്ത പക. അങ്ങനെയാണ് അവൾ ആ കൊലപാതകത്തിലുള്ള കൊട്ടേഷൻ കാമുകനെ ഏൽപ്പിക്കുന്നത്. കൊല്ലത്ത് നിന്ന് കാമുകനും അവൻ്റെ 2 കൂട്ടുകാരും കരുവാറ്റയിൽ രാത്രിയിലെത്തി ആ വയോധികനെ നിർദ്ദയം കൊലപ്പെടുത്തുന്നു. അതും അതിക്രൂരമായി. സമീപകാലത്ത് കൗമാരക്കാരായ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ കേരളത്തെ ഭയപ്പെടുത്തുന്നു. മാതാവിനെ തലക്കടിച്ചു കൊന്നതിന് ശേഷം ഇത് തന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് എന്ന് പറഞ്ഞ സംഭവം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ തട്ടിക്കളയുമെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകനെ ഭയപ്പെടുത്തുന്ന +1കാരൻ. ലഹരി വസ്തുക്കളുടെ സ്വാധീനത്തിൽ വീട്ടുകാരെ മർദ്ദിക്കുന്ന കൗമാരക്കാർ. ഒരുപാട് വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. മാനഹാനി ഭയന്ന് മാതാപിതാക്കൾ ഇത് പുറത്തറിയിക്കാറില്ല. എന്നാൽ
കൊടും ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുകയാണ് ഇന്ന് പല വീടുകളിലും മാതാപിതാക്കൾ. എന്തിനുമേതിനും നമ്മൾ കുറ്റം പറയുന്നൊരു കൂട്ടരുണ്ട്, ജെൻസി. 1997-നും 2012-നുമിടയിൽ ജനിച്ചവരെയാണ് പൊതുവെ ജെൻസികൾ എന്ന് വിളിക്കുന്നത്. ഡിജിറ്റൽ ലോകത്തേക്ക് ജനിച്ചു വീണ ആദ്യ തലമുറ കുട്ടികളാണിവർ. അതുകൊണ്ട് തന്നെ ആധുനിക ഡിജിറ്റൽ വിപ്ലവം വികസിപ്പിച്ചെടുത്ത ധാരണകളും വ്യക്തിബന്ധ വികസന സവിശേഷതകളുമെല്ലാം ഇവരുടെ സ്വഭാവത്തിൽ പ്രകടമാകുന്നു. 4 തലമുറകൾക്കുള്ളത് സമ്പാദിച്ചു കൂട്ടാനുള്ള വ്യഗ്രതയൊന്നും ഇവർക്കില്ല. തൊഴിലാണ് തങ്ങളുടെ എല്ലാം എന്നവർ കരുതുന്നില്ല. ഭക്ഷണവും വ്യായാമവും ജിമ്മും ജീവിത രീതികളുമൊക്കെ അവർ പ്രത്യേകതയോടെ കാണുന്നു. മുൻ തലമുറയെ അപേക്ഷിച്ച് കൂടുതൽ ധാർമ്മിക ധാരണകൾ പുലർത്തുന്നവരാണിവർ. ഈ കൂട്ടത്തിൽ വഴിതെറ്റിപ്പോയ വലിയൊരു വിഭാഗമുണ്ട്. അവർ മയക്കുമരുന്നിലേക്കും കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിലേക്കും അധംപതിച്ചിരിക്കുന്നു എന്ന് വിദഗ്ധർ പറയുന്നു. ആശയവിനിമയത്തിനുള്ള പ്രധാന മാധ്യമമായി ഇവർ സമൂഹ മാധ്യമങ്ങളെ കാണുന്നു. മറുവശത്ത് ഇക്കൂട്ടരിൽ നന്മ നിറഞ്ഞവരും തിന്മ നിറഞ്ഞവരുമുണ്ട്. തിന്മ നിറഞ്ഞവരാകട്ടെ പഴയ തലമുറയെ അവർ അംഗീകരിക്കുന്നില്ല. ആധുനിക ജീവിത സാഹചര്യങ്ങൾ ഇവരുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചുവെന്ന് വ്യക്തം. ജെൻസികൾക്ക് മുന്നിൽ ഇവിടെ പിറന്നു വീണ പഴയ തലമുറ ജെൻസി ലോകവുമായി പൊരുത്തപ്പെടാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. കൗമാരപ്രായത്തിലുള്ള ഒരു വ്യക്തിയുടെ മസ്തിഷ്കം ചുറ്റുപാടുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വാംശീകരിക്കും. 3 വയസ്സിന് ശേഷമാണ് ജീവിതാനുഭവങ്ങൾ തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കാൻ ദൃശ്യസ്മൃതി എന്ന കഴിവ് തലച്ചോർ വികസിപ്പിക്കുന്നത്. ഈ പ്രായം മുതൽ ഗുണദോഷ യുക്തിവിചാരം വികസിക്കുന്ന 12 വയസ്സുവരെയുള്ള കാലഘട്ടമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടം. കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ അത് നേരിട്ട് കാണുന്നതാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നതാണെങ്കിലും ശരിയാണ് എന്ന് വിശ്വസിക്കുകയും അവ സ്വാംശീകരിച്ച് അനുകരിച്ച് അതുമായി താതാമ്യം പ്രാപിക്കുകയുമാണ് ഈ പ്രായത്തിൽ കുട്ടികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ കൂടുതൽ ജാഗ്രതയോടെ വേണം സമീപിക്കാൻ. ഇവിടെ അവർക്ക് പിഴവ് പറ്റിയാൽ അവരുടെ ജീവിതം താറുമാറാകും. ഡിജിറ്റൽ ലോകത്ത് തളയ്ക്കപ്പെടുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇക്കൂട്ടരിൽ. അവർ പുറം ലോകത്തേക്ക് കടന്ന് ലോകം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഇന്നത്തെ കാലത്ത് ഏത് വിഷയത്തിലുമുള്ള അറിവ് ഇൻ്റർനെറ്റിൽ പരതി മനസ്സിലാക്കാം. വിജ്ഞാന സ്രോതസ് എന്ന നിലയിൽ അധ്യാപകൻ്റെ പ്രസക്തി കുറഞ്ഞു. കോവിഡ് കാലത്ത് അധ്യാപനം വെറും ജോലിയാണെന്നും ഉപജീവനത്തിനുള്ള മാർഗമാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമുണ്ടായി. മറ്റേത് തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന വ്യക്തികളെപ്പോലെ സാധാരണ ഒരു ജോലി ചെയ്യുന്നവർ മാത്രമാണ് അധ്യാപകർ എന്ന പൊതുധാരണ വിദ്യാർത്ഥികൾക്കിടയിൽ പടർന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ മഹത്വം കൽപ്പിക്കേണ്ടതില്ല എന്നാണ് ജെൻസികളുടെ അനുമാനം. പഴയ തലമുറ വായിച്ചോ പറഞ്ഞു കേട്ടോ മാത്രം അറിഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് കൗമാരക്കാർ അനായാസം വീഡിയോ രൂപത്തിൽ കണ്ടു മനസ്സിലാക്കുന്നു. കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും ലൈംഗിക വൈകൃതങ്ങളുമൊക്കെ ഇത്തരത്തിൽ ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നു. കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളുടെ ശരിതെറ്റുകൾ വിവേചിച്ചറിയാൻ മനുഷ്യനെ സഹായിക്കുന്ന ജീവിത നിപുണതയാണ് ഗുണദോഷ യുക്തിവിചാരം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്. 12 വയസ്സോടെയാണ് ഈ കഴിവ് മനുഷ്യരിൽ വികസിച്ചു തുടങ്ങുന്നത്. എന്നാൽ 12 വയസ്സിന് മുൻപ് തന്നെ ക്രൂരമായ ദൃശ്യങ്ങൾ കാണാനും അറിയാനും അവസരം കിട്ടുന്ന കുട്ടികൾ അത് മനസ്സിലേക്കെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു യുക്തിവിചാരം അവർ തലച്ചോറിൽ ശേഖരിക്കുന്നു. ഒപ്പം ലഹരി ഉപയോഗവും അപകടകരമായ ലൈംഗിക പരീക്ഷണങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, അപകടകരവും സുരക്ഷിതമല്ലാത്തതുമായ ലൈംഗിക പരീക്ഷണങ്ങൾ, അവനവൻ്റെ നേർക്കോ മറ്റുള്ളവരുടെ നേർക്കോ ഉള്ള അക്രമ സ്വഭാവം, കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. യുനിസെഫിൻ്റെ യോഗത്തിൽ ലോകമെമ്പാടുമുള്ള ബാലാവകാശ പ്രവർത്തകർ കൗമാരക്കാരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തി തയ്യാറാക്കിയ ഒരു വിഷയമാണിത്. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കുട്ടികൾ കൂടുതൽ ബോധവാന്മാരായി. ഇതിൽ ഗുണദോഷ മിശ്രിതമുണ്ട്. മുതിർന്ന തലമുറയുമായുള്ള സംഘർഷം ഇതുവഴി വർദ്ധിച്ചു. എന്നാൽ ബാലാവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള കുട്ടികൾ നിയമസാക്ഷരതയിൽ അത്ര മികവുള്ളവരല്ല. മൊബൈൽ ഫോൺ കുട്ടികളുടെ മസ്തിഷ്കത്തെ സ്വാധീനിക്കുന്നു. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും കരുതലും മാതാപിതാക്കൾ നൽകണം. ഇവിടെ തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങൾ തന്നെയാണ് വലിയ വില്ലൻ. മാതാപിതാക്കളോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളെ തിരുത്താൻ മാതാപിതാക്കൾക്ക് കഴിയണം.
ചെറുപ്രായത്തിൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ചികിത്സാ വിധികൾ തേടണം. ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കും അക്രമ സ്വഭാവത്തിലേക്കും കടക്കും. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ 10% ഹൈപ്പർ ആക്റ്റീവാണ് എന്നൊരു പഠനം പറയുന്നു. കുറ്റവാളികളായി തീരുന്ന കുട്ടികളുടെ പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ, അവരുടെ മാതാപിതാക്കളുടെ ജീവിത രീതി മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും. അവർക്ക് വഴിപിഴയ്ക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. എന്നാൽ തിരുത്തപ്പെടാൻ പലപ്പോഴും അവർ വിധേയരാകില്ല. പ്രത്യേകിച്ച് മുത്തശ്ശനോ മുത്തശ്ശിയോ പറയുന്നത് അവർ അംഗീകരിക്കില്ല. പുതുതലമുറയുടെ ഇത്തരം ജീവിത രീതികൾ മനസ്സാക്ഷിയൊന്നും ഇല്ലാതാക്കി എന്ന് പഴയ തലമുറ പറയും. പണ്ട് നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾ ഇറങ്ങി നടക്കുമ്പോൾ അടുത്ത വീടുകളിലെ കാരണവന്മാരുടെ ഒരു കരുതൽ. തൊട്ടടുത്ത വീടുകളിലെ കാരണവന്മാർ മിക്കവാറും ഈ കുട്ടികളുടെ മാതാപിതാക്കളെ കണ്ട് പരാതി ഉൾപ്പെടെ അറിയിക്കും. അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല. മറുവശത്ത് പ്രായത്തിൻ്റെ ആനുകൂല്യം കുട്ടികൾക്ക് ശിക്ഷാ നടപടികളിൽ നിന്ന് വലിയ രക്ഷ നേടാനുള്ള പ്രതിരോധമാകുന്നു. ഇതും കുട്ടികളിലെ ക്രിമിനൽ വാസന വർദ്ധിപ്പിക്കും. 13 വയസ്സിലൊക്കെ കുട്ടിക്കുറ്റവാളികളാകുന്നവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിലാണ് ഹാജരാക്കുന്നത്. അവിടെയുള്ള ചെറു പരിശീലനത്തിന് ശേഷം അവർ പുറത്തേക്കിറങ്ങുമ്പോൾ കൊടും കുറ്റവാളികളായി മാറും. സമൂഹത്തിൽ വലിയ ഗുണ്ടകളായി മാറുന്ന എത്രയെത്ര സംഭവങ്ങൾ ഇത്തരം കാര്യങ്ങളിലുണ്ട്. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തത് കൊടും കുറ്റവാളികളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ. അവിടെയാണ് കുട്ടിക്കുറ്റവാളികളിലെ ക്രിമിനൽ മനോഭാവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കേരളത്തിനിത് അപകടകരമായൊരു സൂചനയാണ്. ഇത്തരം കുട്ടിക്കുറ്റവാളികൾ നമുക്കിടയിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കൊലപ്പെടുത്താനോ ലഹരി ഉപയോഗത്തിനോ യാതൊരുവിധ മടിയുമില്ലാത്തവർ. ഇത്തരം കുട്ടികളുടെ രാത്രികാല സഞ്ചാരങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കപ്പെടണം. ഈ അടുത്ത കാലത്ത് ഒരു 14-കാരിയുടെ മുറിയിൽ കയറിയ പ്രായപൂർത്തിയാകാത്ത കാമുകനെ വീട്ടുകാർ തടഞ്ഞു വെച്ചു. തൊട്ടുപിന്നാലെ കാമുകന്റെ കൂട്ടുകാർ സംഘം ചേർന്നെത്തി ആ അപ്പനും അമ്മയും അതിക്രൂരമായി മർദ്ദിക്കുന്നു. വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോയ 13-കാരിയുടെ മറ്റൊരു കഥ. കാമുകനെ തേടിയായിരുന്നു അവളുടെ യാത്ര. തങ്ങളുടെ കുട്ടികൾ വീട്ടിലെ അടുത്ത മുറിയിൽ സുരക്ഷിതരായി രാത്രികാലങ്ങളിലുണ്ടോ എന്ന് മാതാപിതാക്കൾ പരിശോധിക്കണം. പലപ്പോഴും ഭയപ്പെട്ടാണ് കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ മാതാപിതാക്കൾ പറയുന്നത്. അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർ ഭയക്കുന്നു. പുറത്തറിഞ്ഞാൽ ബന്ധുക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തങ്ങളെ അവഹേളിക്കുമോ എന്ന ഭയം. എന്നാൽ ഇവിടെ ഭയമല്ല നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നത്. അകപ്പെട്ടിരിക്കുന്ന സ്ഥിതി മറ്റുള്ളവരോട് തുറന്നു പറയുക, ബന്ധുക്കളുടെ സഹായം തേടുക, വേണ്ടി വന്നാൽ പോലീസിനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുക. ഒരു കാര്യം വ്യക്തമാണ്, കേരളം വലിയൊരു ലഹരി ഹബ്ബായി മാറി. ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികൾ ലഹരി ഉപയോഗം കുറച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും അവർ നെയ്ത ആ ലഹരി വലക്കണ്ണികൾ അത്ര ചെറുതല്ല. ചിലന്തി വലകൾ പോലെ അവ നമ്മുടെ കുട്ടികളെ ഇതിനകം തന്നെ ഈ വലക്കണ്ണികൾക്കുള്ളിൽ കുടുക്കിക്കളഞ്ഞു. വയോധികനെ കൊലപ്പെടുത്താൻ ആ പെൺകുട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് മുറിക്കകത്ത് കയറിയ ആ കുട്ടിക്കുറ്റവാളികൾ ചെയ്തത് അതിക്രൂരമായ കൊലപാതകം. അവരാദ്യം ആ വൃദ്ധനെ വിവസ്ത്രനാക്കി, പൂർണ്ണ നഗ്നനാക്കി കട്ടിലിൽ കെട്ടിയിട്ടു. അതിനുശേഷം കത്തികൊണ്ട് ദേഹമാസകലം വരഞ്ഞു. പിന്നീടാണ് കഴുത്തിൽ തുണി കുരുക്കി മുറുക്കി ആ വൃദ്ധനെ കൊലപ്പെടുത്തിയത്. ശ്വാസം കിട്ടാതെ നിലവിളിച്ച് വിറച്ചു മരിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന കുട്ടിക്കുറ്റവാളികൾ. ഒരു കാര്യം വ്യക്തമാണ്, ഇവരെ കുട്ടിക്കുറ്റവാളികളെന്ന് നമുക്ക് വിശേഷിപ്പിക്കുക വയ്യ. കൊടും ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന അതിക്രൂര കൊലപാതകമാണ് ഇവർ ചെയ്തത്. ഒരു കാര്യം വ്യക്തമാണ്, കുറെ കഴിയുമ്പോൾ ഇനി ഈ കൊലപാതകികളെ ന്യായീകരിച്ച് ചിലർ കളത്തിലിറങ്ങും. അവർ കുട്ടികളല്ലേ, അവർ മാനസാന്തരപ്പെടട്ടെ, ഇനി നന്നായി ജീവിക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ ഓർക്കുക, ഭാവിയിലേക്കുള്ള കൊടും ക്രിമിനലുകളെയാണ് നമ്മൾ ഇതുവഴി നെയ്തുവിടുന്നത്. സ്നേഹിച്ചും ശ്വാസിച്ചും വളർത്താൻ നമുക്ക് കഴിയണം. അവിടെ പരാജയപ്പെട്ടാൽ ഈ കുട്ടികൾ ക്രിമിനലുകളാകും, വലിയ ലൈംഗിക കുറ്റവാളികളാകും. ഈ കുട്ടികൾക്ക് കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ ഇതൊക്കെ കണ്ട് വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്ന മറ്റൊരു കൂട്ടർ കൂടി ഇവിടെ പതുങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.